നമസ്കാരം. അമേരിക്കൻ മണ്ണിൽ ഇറാന്റെ പൈലറ്റുമാർ ബോംബെറിഞ്ഞു. അമേരിക്കൻ പാട്രിയറ്റ് മിസൈലുകളെ വെട്ടിച്ച് ഇറാന്റെ കുതിപ്പ്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ കാറ്റും കോളും നിറഞ്ഞു നിന്ന അന്തരീക്ഷം താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് ശാന്തമായി എങ്കിലും കഴിഞ്ഞ 100 ദിവസത്തിലധികം നീണ്ടുനിന്ന ആ യുദ്ധത്തിലൂടെ ഒന്ന് വളരെ വ്യക്തമാണ്. ഇറാൻ ലോകരാജ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ചില പാഠങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അമേരിക്കൻ പാട്രിയറ്റ് മിസൈലുകളെ വെട്ടിച്ച് ഇറാന്റെ കുതിപ്പ് നടക്കുന്നത് കാണേണ്ട ഒരു കാഴ്ചയല്ലേ? അമേരിക്കൻ മണ്ണിൽ ഇറാന്റെ പൈലറ്റുമാർ ബോംബെറിഞ്ഞ കാര്യങ്ങൾ അടക്കം ഈ പാഠങ്ങളുടെ കൂട്ടത്തിൽ പറയേണ്ടതാണ്. റഡാറുകളുടെ കണ്ണുപെട്ടിച്ച് 50 അടി ഉയരത്തിൽ ശത്രുരാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലേക്ക് കടക്കുക, അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് ബോംബാക്രമണം നടത്തുക, പിന്നെ ഒരു പോറൽ പോലും ഇല്ലാതെ മടങ്ങിയെത്തുക. ഇതെല്ലാം സാധ്യമാകുന്ന കാര്യങ്ങളാണോ? സത്യത്തിൽ സാധ്യമാണ്. ഇപ്പോൾ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഇറാൻ ഇതൊക്കെ സാധ്യമാണ് എന്ന്. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമിട്ടെന്ന വെളിപ്പെടുത്തലുകൾ പശ്ചിമേഷ്യൻ സൈനിക രംഗത്ത് പുതിയ ചർച്ചകൾക്കും ചോദ്യങ്ങൾക്കും വഴിയൊരുക്കുന്ന ഒരു സാഹചര്യത്തിലും കാലഘട്ടത്തിലും കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളമായുള്ള ക്യാമ്പ് ബ്രൂഹിങ്ങിനെ ലക്ഷ്യമിട്ടെന്ന് പറയപ്പെടുന്ന ഈ ദൗത്യത്തിന്റെ വിശദാംശങ്ങളാണ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിലൂടെ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പുറത്തു വന്ന ഈ അവകാശവാദങ്ങൾ പശ്ചിമേഷ്യയിലെ സൈനിക സാഹചര്യങ്ങളെ വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് എന്നുകൂടി പറയട്ടെ. ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം അനുസരിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ ഇസ്രായേലും അമേരിക്കയും നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ പ്രത്യേക വ്യോമ ദൗത്യം ആസൂത്രണം ചെയ്തത് എന്നുകൂടി പറയുകയാണ്. പ്രതികരണം വൈകാതെ നടത്തണമെന്ന വ്യക്തമായ തീരുമാനത്തോടു കൂടി തന്നെയാണ് സൈനിക നേതൃത്വം മുന്നോട്ട് പോയത് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നു. അമേരിക്കൻ സൈനിക സാന്നിധ്യവും തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക സൗകര്യങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായതിനാലാണ് ക്യാമ്പ് ബ്രൂഹിങ്ങിനെ ലക്ഷ്യമാക്കിയത് എന്നുകൂടി അഭിമുഖത്തിൽ പങ്കെടുത്ത ദൗത്യ കമാൻഡർ വിശദീകരിക്കുകയും ചെയ്യുന്നു. ദൗത്യത്തിൽ പങ്കെടുത്തത് 2 യുദ്ധവിമാനങ്ങളിലായി 3 പൈലറ്റുമാരായിരുന്നുവെന്നാണ് അവകാശവാദം. റഡാറുകളിൽ പതിയാതിരിക്കാൻ സാധാരണ സൈനിക പരിശീലനത്തിൽ ഉപയോഗിക്കുന്ന ഉയരത്തേക്കാൾ വളരെ താഴെയായിരുന്നു മുഴുവൻ യാത്രയും നടത്തിയത് എന്ന് കമാൻഡർ പറയുന്നു. പരിശീലന സമയത്ത് ഏകദേശം 500 അടി ഉയരത്തിൽ പറക്കുന്നതാണ് പതിവെങ്കിലും ഈ ദൗത്യത്തിൽ ചില ഘട്ടങ്ങളിൽ 50 അടിയിലും താഴെയായിരുന്നു വിമാനങ്ങളുടെ ഉയരമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഭൂമിയോട് ചേർന്നുള്ള ഈ അപകടകരമായിട്ടുള്ള പറക്കൽ വൈദ്യുതി ലൈനുകൾക്കും മറ്റ് ഭൗതിക തടസ്സങ്ങൾക്കും താഴെയായി നീങ്ങേണ്ട സാഹചര്യം സൃഷ്ടിച്ചു എന്നുകൂടി അവർ ഓർമ്മപ്പെടുത്തുന്നു. ദൗത്യം പൂർണ്ണമായും റേഡിയോ നിശബ്ദത പാലിച്ചു തന്നെയാണ് നടത്തിയത് എന്നുള്ള ഉദ്യോഗസ്ഥരുടെ മറ്റൊരു പ്രധാന അവകാശവാദം കൂടി അതിനകത്തുണ്ട്. പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമനിരീക്ഷണ വിമാനങ്ങൾ, അതിവേഗ പ്രതികരണത്തിനായി സജ്ജമാക്കിയ യുദ്ധവിമാനങ്ങൾ എന്നിവ ഉണ്ടായിരുന്ന സാഹചര്യത്തിലും എതിരാളികളുടെ ശ്രദ്ധയിൽപ്പെടാതെ മുന്നേറാൻ കഴിഞ്ഞു എന്നതാണ് ഇവർ പറയപ്പെടുന്നത്. അതായത് ഇറാൻ കൃത്യമായി നടപ്പിലാക്കിയ പദ്ധതിയെക്കുറിച്ചാണ്. കടൽമാർഗത്തിലൂടെയുള്ള യാത്രക്കിടെ 2 വലിയ കപ്പലുകൾക്കിടയിലൂടെ അതീവ താഴ്ന്ന ഉയരത്തിൽ പറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കപ്പലുകളുടെ ഡെക്കുകൾ പോലും വിമാനങ്ങളെക്കാൾ ഉയരത്തിലായിരുന്നു എന്നുള്ള കമാൻഡറുടെ വിവരണവും അതിശയിപ്പിക്കുന്നതാണ് എന്ന് പറയട്ടെ. കുവൈറ്റ് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം നീങ്ങിയ സംഘം സ്വതന്ത്രമായി വീഴുന്ന ബോംബുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നുകൂടി അവർ പറയുന്നു. അപ്പോൾ അത്തരം ആയുധങ്ങൾ കൃത്യമായി വിനിയോഗിക്കുവാൻ ലക്ഷ്യത്തിന് മുകളിലൂടെ നേരിട്ട് പറക്കേണ്ടി വന്നതിനാൽ അപകട സാധ്യത കൂടുതലായിരുന്നു എന്ന് കൂടി ചൂണ്ടിക്കാട്ടുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള സ്ഫോടനങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായതായിട്ടും അവിടെ നിലയുറപ്പിച്ചിരുന്ന സൈനിക സൗകര്യങ്ങൾക്കും ഉപകരണങ്ങൾക്കും കാര്യമായിട്ടുള്ള ആഘാതം ഉണ്ടായതായിട്ട് കൂടി അവർ അവകാശപ്പെടുന്നു. ആക്രമണത്തിന് ശേഷം അവരുടെ പിന്തുടരൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വഞ്ചനാപരമായിട്ടുള്ള തന്ത്രം സ്വീകരിച്ചു എന്നുകൂടി അതുവഴി എതിരാളികൾക്ക് വിമാനങ്ങളെ ഫലപ്രദമായി പിന്തുടരാനോ തടയുവാനോ കഴിഞ്ഞില്ല എന്നുകൂടിയാണ് ഇറാൻ കമാൻഡർമാർ പറഞ്ഞു വെക്കുന്നത്. ദൗത്യം പൂർത്തിയാക്കിയ ശേഷം എല്ലാ വിമാനങ്ങളും സുരക്ഷിതമായിട്ട് ഇറാനിയൻ നിയന്ത്രണത്തിലുള്ള മേഖലകളിലേക്ക് മടങ്ങിയെത്തിയതായി കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യേണ്ട കാര്യം ചെയ്ത് അത് പണി തീർത്ത് തിരികെ വരുന്ന വിമാനങ്ങളടക്കം വളരെ കൃത്യമായി പണിയെടുത്തിട്ടുണ്ട് എന്നതാണ് ഇറാന്റെ അവകാശവാദം. അഭിമുഖത്തിൽ പങ്കെടുത്ത മറ്റു ക്രൂ അംഗങ്ങളും ദൗത്യത്തിന്റെ അതീവ അപകട സാധ്യതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപകട സമയത്ത് അല്ലെങ്കിൽ ഈ ആക്രമണം നടക്കുന്ന ആ സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് തുടർച്ചയായി സ്ഫോടനങ്ങൾ നടന്നുവെന്നും അവിടെ വലിയ തോതിൽ സൈനിക ഉപകരണങ്ങൾ സംഭരിച്ചിരുന്നതായിട്ടൊക്കെ തോന്നിയെന്നൊക്കെ അതിലൊരാൾ പറഞ്ഞു വെക്കുമ്പോഴും മറ്റൊരു പൈലറ്റ് ആകട്ടെ ഒരു വിമാനം നഷ്ടപ്പെട്ടാലും മറ്റൊന്ന് ദൗത്യം പൂർത്തിയാക്കുമെന്ന ഉറച്ച മനോഭാവത്തോടു കൂടിയാണ് പുറപ്പെട്ടത് സംഘം എന്നുകൂടി ഏത് സാഹചര്യത്തിലും ദൗത്യം വിജയിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്നുകൂടി വ്യക്തമാക്കി. അതേസമയം ഈ അവകാശവാദങ്ങളുടെ സ്വതന്ത്ര സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇത് സാഹചര്യങ്ങളിൽ പങ്കാളികളായിട്ടുള്ള രാജ്യങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങളിൽ പ്രചരണപരമായിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെട്ടിരിക്കുമെന്നതിനാൽ
ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ സ്വതന്ത്ര സ്രോതസ്സുകൾ വഴി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് സൈനിക വിശകലന വിദഗ്ധരടക്കം ഇപ്പോൾ അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അന്താരാഷ്ട്ര പ്രമേയങ്ങളല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ ദേശീയ ശക്തിയും ജനങ്ങളുടെ ഐക്യവുമാണ് ഇറാന്റെ ഏറ്റവും വലിയ സുരക്ഷാ ഉറപ്പെന്ന് പാർലമെന്റ് സ്പീക്കർ ഖാലിബാഫിന്റെ പ്രസ്താവനയും ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ആഗോളതലത്തിൽ ഒരു അന്തിമ കരാർ ഉണ്ടാകുകയും അതിനെ UN സുരക്ഷാ കൗൺസിൽ പ്രമേയം അതുവഴി അംഗീകരിക്കുകയും ചെയ്താൽ, അങ്ങനെ ചെയ്താൽ പോലും അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കരാറുകളെക്കാൾ ഇറാന്റെ സ്വന്തം പ്രതിരോധ കരുത്തിലാണ് രാജ്യം വിശ്വസിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. മറുവിഭാഗം തങ്ങളുടെ കടമകളും വ്യവസ്ഥകളും കൃത്യമായി നിറവേറ്റിയാൽ മാത്രമേ ഇറാൻ കരാറുകളിലെ തങ്ങളുടെ പ്രതിജ്ഞാബദ്ധതകൾ നടപ്പിലാക്കുകയുള്ളൂ എന്ന് ഖാലിബാഫ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ മാത്രമേ തിരിച്ചും ചെയ്യൂ. അപ്പോൾ അല്ലാതെ സമാധാന കരാർ ഒപ്പിട്ടു എന്ന് പറഞ്ഞ് അടിമകളായി ജീവിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള സൂചന കൂടി ഇറാൻ നൽകുകയാണ്. നടപടിക്ക് പകരമുള്ള നടപടി എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇറാൻ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സമീപകാലത്ത് രാജ്യം കൈവരിച്ച തന്ത്രപ്രധാനമായിട്ടുള്ള നേട്ടങ്ങൾക്ക് പിന്നിൽ അണിനിരന്ന ഇറാനിയൻ ജനതയ്ക്കും സായുധ സേനയ്ക്കും രാഷ്ട്ര നേതൃത്വത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസ്താവന തന്നെ അവസാനിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കാറ്റും കോളും ഒക്കെ നിറഞ്ഞു നിന്ന അന്തരീക്ഷം താൽക്കാലികമായിട്ടൊന്ന് ശാന്തമായി എങ്കിലും കഴിഞ്ഞ 100-ലധികം ദിവസങ്ങളായിട്ട് നീണ്ടു നിന്ന യുദ്ധത്തിലൂടെ ഒന്നു മാത്രം വ്യക്തമാണ്: ഇറാൻ ലോകരാജ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ചില പാഠങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തികളോട് മുട്ടി നിൽക്കുവാൻ തങ്ങൾക്ക് കേവലം ആയുധബലം മാത്രമല്ല, അതിനൂതനമായിട്ടുള്ള യുദ്ധബുദ്ധിയും തന്ത്രങ്ങളും ഉണ്ട് എന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. തീർച്ചയായും തങ്ങളുടെ ആഭ്യന്തര പ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്തിലാണ് ഇറാന്റെ ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എത്രയൊക്കെ യുദ്ധങ്ങൾ ഉണ്ടായാലും രാജ്യത്തിന്റെ 4 ഭാഗത്ത് നിന്ന് ഒരേ സമയം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നാൽ പോലും അതിനെയെല്ലാം നിഷ്പ്രയാസം നേരിടാൻ തങ്ങൾ സജ്ജരാണ് എന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ ഈ വെളിപ്പെടുത്തലിലൂടെ നൽകുന്നത്. അപ്പോൾ അമേരിക്കൻ മണ്ണിൽ ഇറാന്റെ പൈലറ്റുമാർ ബോംബെറിഞ്ഞ കഥ ആരും അറിയാതെ പോകരുത്. അതായത് ഈ അമേരിക്കൻ പാട്രിയറ്റ് മിസൈലുകളെ വെട്ടിച്ചുകൊണ്ട് ഇറാന്റെ കുതിപ്പ് തടയുവാൻ കഴിയാതായി പോയ ഒരു സൈന്യത്തെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഇറാനെ പോലൊരു ചെറിയ രാജ്യത്തിന് ഈ അമേരിക്ക പോലൊരു മഹാരാഷ്ട്രത്തിനെ തകർക്കാൻ കഴിയുകയോ തങ്ങളുടെ ചെൽപ്പടിയിൽ നിർത്താൻ കഴിയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കരുത്ത് തന്നെയാണ്. ഇനി ഒരല്പം കൂടി ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു ബോംബ് ഇറാനിലേക്ക് വർഷിക്കുവാൻ ഏതൊരു രാജ്യവും ശ്രമിക്കൂ.